ഞാനേ നമ്മളെ ചാനലിനെ കുറിച്ച് അറിയാമല്ലോ. നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എടുക്കുക, കുറഞ്ഞ വിലയ്ക്ക് ഒരാൾ കൊടുക്കുക. നമുക്കൊരു 300 രൂപ 200 രൂപ കിട്ടിയാലും ഞാൻ ഇതിപ്പോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ടപ്പന ഹോട്ട് സ്പോട്ട് സെയിലാവും. ഞാൻ വലിയ ലാഭം എടുക്കില്ല. 200 രൂപ കിട്ടിയാലും ചടിക്കും. ഞാൻ ഒരു വില പറയട്ടോ, ഞാൻ ചാനൽ വേണ്ടിയിട്ട് എടുക്കണത്, എനിക്ക് വേണ്ടിയിട്ടല്ല, ചാനൽ വേഴ്സിന് വേണ്ടിയിട്ടാണ് എടുക്കണത്. എക്സ്ചേഞ്ച് താല്പര്യം. എന്തായാലും ഞാൻ ഒരു വില പറയാം. ഞാൻ ഒരു 2 രൂപ. അവർ 1500 രൂപ പറഞ്ഞു, ഞാൻ 2 രൂപ പറഞ്ഞു. എടുത്തിട്ട് അടി ഇത്രേ ഉള്ളൂ. ഞാനിത് വീഡിയോ എടുത്തോണ്ടാണ് പറഞ്ഞോണ്ടാണ് വീഡിയോ എടുക്കണത്. എത്ര രൂപയ്ക്ക് എടുത്ത് ഇത്ര രൂപയ്ക്ക് കൊടുക്കണമെന്ന്. എക്സ്ചേഞ്ച് നോക്ക്. ഐഫോൺ എന്ന് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാലേ ഇവർ വില ഇടൂല, സാധനത്തിന്റെ വില കൂട്ടിയിട്ടെ. എക്സ്ചേഞ്ച് നീ അതിനെ കാട്ടി വീട്ടിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ നല്ലത്. എക്സ്ചേഞ്ച് ചെയ്യണതിനെ കാട്ടി ഈ മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ഇല്ല, ഒന്നും റീസെറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊന്നും ഇതെല്ലാം പോകും. യൂട്യൂബ് ഒന്നും പിന്നെ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റൂല. 15 ഉള്ളൂ അപ്ഡേറ്റ്. അപ്പം ഇതിപ്പോ കിടക്കുന്നത് നീ ഇപ്പം ഐക്ലോഡ് മാറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വെച്ച് ഉപയോഗിക്കാം. ഐക്ലോഡ് പുതിയത് കയറ്റിയാൽ മതി. പക്ഷെ ഒരാൾ എടുക്കുമ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ ഇതൊന്നും വീണ്ടും ഇതില് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂല, കളഞ്ഞു. അതൊക്കെ ഈ സെറ്റിന്റെ ഫീൽഡിൽ പോയി. ഇപ്പൊ ഇങ്ങനെ വെച്ച് ഒരാൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ വെച്ച് ഇത് ഐക്ലോഡ് മാത്രം മാറ്റിയിട്ട് ഇതെല്ലാം പുതിയ ഐക്ലോഡ് ഇട്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ആൾ മാത്രമേ ഇതെടുക്കാവൂ. മനസ്സിലായ? അതും ശ്രദ്ധിച്ചു പോകണം. അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ 256 സ്റ്റോറേജ് ഉണ്ട്, അത് മാത്രമേ ഇതിലുള്ളൂ. വേറെ ഒന്നുമില്ല, അപ്ഡേറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്ര രൂപ ഇടും? ഞാനിപ്പോൾ ഒരു വില പറഞ്ഞത് ഇനിയിപ്പോൾ എക്സ്ചേഞ്ചിന് പോകണതിനെക്കാട്ടി നല്ലത് ഇവിടെ നടന്നൊരു ഫോൺ എടുക്കുന്നതാണ് നല്ലത്. അത് വീട്ടിൽ ആർക്കെങ്കിലും പിള്ളേർക്ക് ആർക്കെങ്കിലും കളിക്കാൻ കൊടുത്തിട്ട്. അല്ലെങ്കിൽ വില മാറുണ്ടോ? സെറ്റിന്റെ വിലയൊക്കെ മാറ്റിയിട്ടേ അവർ തരുള്ളൂ. സെറ്റിന് 2 രൂപയും തരില്ല, ചിലപ്പോൾ 500 രൂപ ഇടും. എക്സ്ചേഞ്ചിന് പോയാൽ 500 രൂപ ഇടുള്ളൂ. ഷോപ്പിൽ പോയാൽ 500 രൂപ. അത് നിന്റെ 2000 എന്ന് പറയും, അല്ലെങ്കിൽ 3000 എന്ന് പറയും. പക്ഷെ 500 രൂപ സെറ്റിന്റെ വില കയറുള്ളൂ. ബാക്കിയെല്ലാം അവർക്ക് ലാഭമാണ്. ഇല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. നോക്കിച്ചി. ബാറ്ററി എടുത്ത് 100 അല്ലേ? സ്റ്റോറേജ് 256, iPhone 7, 15 അപ്ഡേറ്റ്, 256 സ്റ്റോറേജ്. ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്? അതിന്റെ ചെറിയൊരു കുറവ് അല്ലേ? എന്തായാലും എത്ര ഉദ്ദേശിക്കുന്നു? ഒരു മിനിമം ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. 4 രൂപ ഡിസ്പ്ലേ ചേഞ്ച് ആക്കുന്ന മുമ്പ്. ഇപ്പം ഗ്ലാസ് പൊട്ടിയിരിക്കണ്, ഗ്യാപ്പുണ്ട്. എല്ലാം നീ തന്നെ ചെയ്യണം. എവിടെ ഷോപ്പോടെ ഇട്ടേക്കുന്നു? റിപ്പയർ ചെയ്തെടുത്താണ് അല്ലേ? ഇത് റിപ്പയർ ചെയ്തെടുത്താണ്. അത് തന്നെ. ഇപ്പൊ ലാസ്റ്റ് ഞാനൊരു ഉദ്ദേശ വില പറയട്ടാ, ഒരു 3 രൂപയ്ക്ക് അകത്ത്. ഞാൻ ഉദ്ദേശം വിലയാണ് പറഞ്ഞത്. പിന്നെ നിനക്ക് നോക്കണമെങ്കിൽ വേറെ നോക്കാം. ഞാൻ ഉദ്ദേശം സ്റ്റാർട്ടിങ് വില പറഞ്ഞു. ഇത് 2 എക്സ്ചേഞ്ചാണ് വേറെ നോക്കുന്നത് അല്ലേ? ഇത് വേറെ എന്തെങ്കിലും പ്രോബ്ലം വല്ലതും ഉണ്ടോ? ഇത് ഞാൻ ഡിസ്പ്ലേ ചേഞ്ച് മാത്രമേ. ഒറിജിനൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കേസോടെ ഈ ഫ്രെയിമോടെ മാറ്റിയിടാത്തത്. ഫ്രെയിമോടെ മാറ്റിയിടാൻ നല്ല റേറ്റാ. എത്രയാവും? 2400 അല്ലേ ആവുള്ളൂ. ഡിസ്പ്ലേ തന്നെ അത്യാവശ്യം നല്ല റേറ്റാ. എനിക്ക് ഡിസ്പ്ലേ എത്ര രൂപ? 1000 സംതിങ് എന്തോ ആയി. നമ്മളെ ഫ്രെയിമോടെ 2400 ആയിരുന്നടാ. ഫ്രെയിമോടെ അതാകുമ്പോ ഈ ഗ്യാപ്പ് ഒന്നും വരൂലായിരുന്നു, ഫുൾ സെറ്റ് ആയിട്ടിരുന്നേന്. ഞാൻ പിന്നെ എന്റെ ഉള്ള പൈസ വെച്ച് ഞാൻ മാറ്റിയത്. എത്ര സ്റ്റോറേജ് എത്ര വരുന്നത്? സ്റ്റോറേജ് 128. ആവട്ടെ.
2 സെറ്റും എടുത്തിട്ട് നീ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഫോൺ എടുക്കണമെന്ന് നോക്കണം അല്ലേ? എനിക്ക് കാരണം വീഡിയോസും കാര്യങ്ങളും എടുക്കാനാണ്. ഒരു 11 തൊട്ടാണെങ്കിൽ പിന്നെയും കൊള്ളാം വീഡിയോസും കാര്യങ്ങളും. എത്ര പറയുന്ന പറഞ്ഞൂടാ, ഞാൻ ഒരു ഉദ്ദേശം വില ഒരു 3 രൂപയ്ക്ക് അകത്ത്. 256 സ്റ്റോറേജ് കൊള്ളാണ്. എന്തായാലും ഡിസ്പ്ലേ മാറ്റേണ്ടി വരും തോന്നുന്നു കണ്ടിട്ട്. നോക്കാം ഇനി എത്ര പറയുന്നു.